എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. സോ നമ്മളിന്ന് ഇപ്പം നിൽക്കുന്ന സ്ഥലം വേനംകുളം ജംഗ്ഷൻ കഴിഞ്ഞ് മുന്നോട്ട് കാവക്കോണം സംതിങ്. സോ കാവക്കോണം സംതിങ് ആ ജംഗ്ഷൻ്റെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഞാൻ നേരെ ചന്തവിള പിടിക്കാൻ. ഒരു പൂച്ച ഉറങ്ങുന്നു, അത്രയും മതി. നമുക്ക് അങ്ങനെ കേട്ടോ. വീടിച്ചിട്ട് തുടക്കമേ ഒരുമാതിരി ആയല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാൻ വന്നത് വണ്ടീനെ കുറിച്ചാണ്. സോ വണ്ടിയുടെ സർവീസ് ഓൾമോസ്റ്റ് ആവാറായി. ഞാൻ ഇപ്പോൾ ഇവിടെ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 19,784 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഒരു 20,000 കിലോമീറ്റർ ആകുമ്പോൾ ഞാൻ വണ്ടി സർവീസിന് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓൾമോസ്റ്റ് 3,000 കിലോമീറ്റേഴ്സ് ആവാറായി ലാസ്റ്റ് എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്തിട്ട്. സോ ചിറ്റാറ്റുമുക്ക്. സോ ഇത് ചിറ്റാറ്റുമുക്കാണ് കേട്ടോ, കാവക്കോണമല്ല, ചിറ്റാറ്റുമുക്കാണ്. പിന്നെ ഗിയറിൻ്റെ കാര്യം പറയേണ്ട, ഒരു രക്ഷയില്ല. വളരെ മോശം, വളരെ മോശം. എനിക്ക് ഞാനാണെങ്കിൽ കഴിഞ്ഞ സർവീസിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ല. പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ഗിയർ ടൈറ്റ് ആയതുകൊണ്ട് ഞാൻ അവരോട് ശരിയാക്കാൻ കൊടുത്തായിരുന്നു. ഒന്ന് ടൈറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് എക്സ്ട്രാ ചാർജസ് വന്നിട്ട് ഓക്കെ, എക്സ്ട്രാ ചാർജ് 400 സംതിങ് രൂപയാണ് അവർ പിടിച്ചിട്ട് ഗിയർ കുറച്ച് സ്മൂത്തായോ എന്ന് ചോദിച്ചാൽ ഇല്ല, പഴയതുപോലെ തന്നെ. പൈസ പോയത് തന്നെ മിച്ചം. പിന്നെ ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം അവർ ഉണ്ടാക്കി തന്നു. ഇപ്പോൾ എനിക്ക് അപ്ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പഴയതുപോലെ അപ്ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ടൈറ്റാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓരോ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും എനിക്ക് ചെറുതായിട്ട് മുകളിലോട്ടൊന്ന് ആട്ടി കൊടുത്താൽ മാത്രമേ പിന്നീട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ എൻജിൻ ബ്രേക്കിംഗ് ഞാൻ അധികം ചെയ്യാറില്ല. എന്നാലും എൻജിൻ ബ്രേക്കിംഗ് ചെയ്യുന്നെങ്കിൽ ഓരോ ഗിയറായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് 125 cc കൊണ്ട് ഞാൻ അധികം എൻജിന് സ്ട്രെസ് കൊടുക്കാതിരിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഇപ്പം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ, ചെയിൻ കുറച്ച് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. കാരണം കുറച്ച് മഴയൊക്കെ ആയിരുന്നു. ലാസ്റ്റ് ചെയിൻ ക്ലീൻ ചെയ്തുള്ള ലൂബെല്ലാം മഴയത്ത് പോയെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ചെയിൻ കുറച്ച് സൗണ്ട് അടിക്കാനും തുടങ്ങി. പിന്നെ കുറച്ച് സ്റ്റിഫായിട്ട് ഫീലും ചെയ്യുന്നുണ്ട്. സോ വീട്ടിൽ ചെന്നിട്ട് ഞാൻ എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് ജസ്റ്റ് ഒന്ന് ഓറിങ്ങല്ല, റിങ് ഷേപ്പ് ഉണ്ടല്ലോ നമ്മുടെ റോക്കറ്റ് ആണെങ്കിൽ അടിക്കുന്ന ഭാഗം, അവിടെ ഒന്ന് ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ മാത്രം ഒന്ന് ചെയിൻ ലൂപ്പ് ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒന്ന് കുറച്ച് സ്മൂത്താവും. ഓക്കെ, ഡൗൺ ഷിഫ്റ്റ് ചെയ്യാനാണ് പറയുക. പൊക്കോ. ഓ, ഇവരെന്ത് കാണിക്കുന്നത്? ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടല്ലോ. ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ റൈറ്റ് കയറിയിട്ട് അങ്ങ് ഇട്ടുകൊണ്ടോ അങ്ങ് വളച്ചുകൊണ്ടോ പേടിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഇവിടെ നല്ല തിരക്കാണല്ലോ ഇന്ന്. ഭാഗ്യത്തിന് ഗേറ്റ് ക്ലോസ് ആയിട്ടില്ല. ഇപ്പം ഞാൻ 3rd ഗിയറിലാണ് നടക്കണം. 2nd ഗിയറിൽ നിന്ന് പിന്നെ താഴോട്ട് പോകാൻ ഭയങ്കര പാട്. അല്ല, 5th ഗിയറിൽ നിന്ന് താഴെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ ഭയങ്കര പാട് തന്നെ. അതിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇത് സർവീസ് സെൻറ്റർ ഇവിടെ കണിയാപുരത്തെ സർവീസ് സെൻറ്ററിൽ ചെന്ന് കേട്ടപ്പോൾ അവർ പറഞ്ഞ് അതിൻ്റെ അകത്ത് എന്തോ പൊട്ടിയത് എന്തുകൊണ്ടെന്ന് അറിയാമോ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൻ്റെ ഗിയർ ടൈറ്റാണ്, ഒന്ന് ലൂസാക്കി തരാൻ പറ്റുമോ, ഒന്ന് സ്മൂത്താക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ച് എൻ്റെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിച്ച് എൻ്റെ ഗിയറിൻ്റെ ബോക്സ് ഗിയറിൻ്റെ ഇത് പൊട്ടിച്ച് തന്നെ. എനിക്കിപ്പോൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഒരു സ്വപ്നം കാണുന്നു തോന്നുന്നു. ശരി. ഫോണ് കളിക്കണം, വെറുതെ അല്ല. റോഡിൻ്റെ നടുക്കൂടെ ഫോണ് കളിച്ചുകൊണ്ട് പോകും, എന്തിനാണ്? അപ്പോൾ ശരി, നമ്മൾ പറഞ്ഞത് അവർ എൻ്റെ ഗിയറിൻ്റെ ഇതും പൊട്ടിച്ച് തന്നിട്ടുണ്ട്. സോ എൻ്റെ പെട്രോൾ മീറ്റർ കംപ്ലൈൻ്റ് ആക്കി തന്നു, ഗിയർ പൊട്ടിച്ചു. ഈ കണിയാപുരത്തത് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് ഒരു ഏകദേശം 1 കിലോമീറ്റർ അല്ല, ഒരു 400-500 മീറ്റർ ആകാണ്ടേ ഉള്ളൂ ഇവിടുന്ന് ആ സർവീസ് സെൻ്റർ. ഞാൻ അങ്ങോട്ട് ഇനി അടുത്ത സർവീസല്ല, ഞാൻ ഒരു തവണ എന്തായാലും സർവീസ് ആവാറായി. എനിക്ക് അങ്ങോട്ടൊന്ന് ചെന്ന് ചോദിക്കണം ഇതൊക്കെ പൊട്ടിച്ചേണ്ട. മിക്കവാറും എനിക്ക് സീനാവാനാണ് ചാൻസ്. കാരണം ഇപ്പം പറയുന്നില്ല, ഞാൻ ഒരാളെയും കൂടെ വിളിച്ചുകൊണ്ടാണ് മിക്കവാറും പോകാൻ പോകുന്നത്. കാരണം മിക്കവാറും അടിയിൽ അവസാനിക്കുള്ളൂ. കാരണം ഇതിപ്പം ഓൾമോസ്റ്റ് അടുത്ത 8th സർവീസാണ്.
8th സർവീസ് ആയിട്ടും നമുക്ക് വണ്ടി ഒരു പരുവമാക്കി തന്നു. ഇവിടെ നിന്ന് എനിക്ക് ഇതുവഴിയാണ് പോകേണ്ടത്. ഇവിടുന്ന് ഇതുവഴി എടുത്താൽ നമുക്ക് അതുവഴി പോകാം, അല്ലെങ്കിൽ നമുക്ക് കറങ്ങിപ്പോകാം. എന്തായാലും നമ്മൾ പറഞ്ഞു തന്നത് നമുക്ക് എന്തൊരു ഓക്കെ. നെക്സ്റ്റ് സർവീസിൽ മിക്കവാറും ഞാൻ ഒരാളെ വിളിച്ചുകൊണ്ട് പോകാനാണ് ചാൻസ്. കാരണം അടിയാവാൻ ചെറുതായിട്ട് ചാൻസ് കൂടുന്നത്. എൻ്റെ വണ്ടി ഓൾമോസ്റ്റ് അവർ തുലച്ചടുക്കി തന്നു. ബട്ട് അവർ ഏക്കത്തില്ല. അവിടെ സർവീസ് ചെയ്യാനും നല്ല അറിയാവുന്ന ആൾക്കാരില്ല. അതുകൊണ്ട് ഗിയർ താഴോട്ട് ഷിഫ്റ്റ് ചെയ്യാനാ പാട്. ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് അനക്കി കൊടുക്കണം മുകളിലോട്ട്, ഇല്ലെങ്കിൽ താഴോട്ട് ഷിഫ്റ്റ് ആവത്തില്ല. അപ്പോൾ അത് ഒരു വലിയൊരു പ്രശ്നത്തിലാണ് ഈ ഗിയർ ബോക്സ്. ഇപ്പോൾ അപ്പ് ഷിഫ്റ്റൊക്കെ നല്ല സ്മൂത്തായിട്ടാവുന്നുണ്ട്. സ്മൂത്തായിട്ടല്ല, എന്നാലും പഴയതുപോലെ ആവുന്നുണ്ട്. ഡൗൺ ഷിഫ്റ്റ് മാത്രമാണ് പ്രശ്നം. ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ ഭയങ്കര പാട്. ഈ ഇവിടെയൊക്കെ കുഴിയാണോന്നൊന്നും പറയാനേ പറ്റത്തില്ല. ഈ കിടക്കണ കുഴി കണ്ടോ? ഇതിനകത്തൊക്കെ ചെന്ന് വീണ എടുത്തടിക്കും. സത്യമായിട്ട് ഈ പാലം വന്നു കഴിഞ്ഞാൽ ഇനി ഒരു സുഖമുള്ളൂ. ഇല്ലെങ്കിൽ ഇതേപോലെ ഇവിടെ കിടന്ന് എത്ര നാളായാന്തോ ഈ പാലം ഇങ്ങനെ അടച്ചിട്ടിട്ട്. പാലമല്ലേ ഇവിടെ പണി തുടങ്ങിയിട്ട്, പാലം ആയിട്ടില്ലല്ലോ, പിന്നല്ലേ പാലമെന്ന് പറയാനായി. ഇവിടെ അടച്ചിട്ടിട്ട് കുറേ നാളായി. ട്രാഫിക്. ഇപ്പോൾ പണി ഏകദേശം ആയി വരുന്നുണ്ട്. പറഞ്ഞൊരു കാര്യമില്ല. എനിക്ക് പേടി, ഞാൻ വല്ല കുഴിയിലും ചെന്ന് വീഴുമെന്നാണ്. അപ്പുറത്തെ വഴി കൂടെ പോയാൽ മതിയായിരുന്നു. എനിക്ക് ഒരു കടയിൽ കയറി എന്തെങ്കിലും കഴിക്കാനോട് എന്തെങ്കിലും പാഴ്സൽ വാങ്ങാമായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് അവിടെ നേരെ പോവാം. സോ മിക്കവാറും ഇനി അടുത്ത സർവീസ് എന്തരാവോ എന്തോ ഈശ്വര, അടിയിൽ അവസാനിക്കാനാണ് ചാൻസ്. എന്തായാലും എനിക്കിനി പറ്റില്ല. എൻ്റെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിച്ചിട്ട് ഇങ്ങനെ വണ്ടി തുളച്ച് വന്നത് വളരെ ബുദ്ധിമുട്ടായി. ഡൗൺ ഷിഫ്റ്റ് എനിക്കിപ്പോൾ സർവീസ് സെൻറ്ററിലോട്ട് കൊണ്ട് കയറാൻ ഭയങ്കര പേടിയാണ്. ഇപ്പോൾ വണ്ടി തുളച്ചടുക്കി തരും. ഞാൻ അടുത്ത സർവീസിൽ ഈഞ്ചക്കലും എല്ലാം കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ ഇവർ തുളച്ച സാധനം ഞാൻ ഇനി അവിടെ ചെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് എക്സ്ട്രാ പൈസയും കൂടെ ആവും. അവിടെ നിന്ന് ശരിയാകും. അവിടെ ശരിയാക്കാൻ ആളുണ്ടോ അറിയത്തുമില്ല. സോ അങ്ങനത്തെ ഒരു രീതിയിലേക്കാണ്. സോ ഈ കമ്പനി സർവീസ് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ അറിയാവുന്നവന്മാരൊന്നും ഇല്ല. അറിയാവുന്നവരുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല. എല്ലാം സ്മൂത്ത് സെയിലിംഗ് ആയിട്ട് പോയാലാണ്. ഇതിപ്പോൾ ഒരുമാതിരി വണ്ടി ഉപയോഗിക്കാനും പറ്റുന്നില്ല, സർവീസും ചെയ്യണം. സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും സർവീസ് സെൻ്ററിലോട്ട് കൊണ്ട് കയറണമെന്ന് പറയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ കയ്യിൽ എന്തോന്നും കോടിക്കണക്കിന് പൈസ അടങ്ങണം ഇങ്ങനെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവന്മാർ തുളച്ച് വയ്ക്കുന്ന സാധനത്തിന് നമുക്ക് വാങ്ങാൻ ഇങ്ങനെ അതൊന്നും നടക്കുന്ന കാര്യമില്ല. ഇനിയിപ്പം പറഞ്ഞൊരു കാര്യമില്ല. എന്തായാലും അടുത്ത സർവീസിൽ അടിയുടെ വീഡിയോ പ്രതീക്ഷിച്ചു. മിക്കവാറും അടിയാവാനാണ് ചാൻസ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറച്ച് വഴക്ക് കൊടുത്തായിരുന്നു. എന്നിട്ടും അവർ പറഞ്ഞൊരു കാര്യമില്ല. മിക്കവാറും കോടതി കയറേണ്ടി വരും. കൺസ്യൂമർ കോടതി മിക്കവാറും പോകേണ്ടി വരും. എൻ്റെ പൈസ വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ തറ പരിപാടി കാണിക്കുന്നത് അത് കുറച്ച് മോശമായിട്ടുള്ള കാര്യമാണ്. ഞാൻ പിന്നെ ഈ ഗിയറിൻ്റെ കാര്യം ഇവിടെ ലോക്കൽ വർക്ക്ഷോപ്പിൽ ഇവിടെ കൊണ്ട് ചെന്നായിരുന്നു. അതൊരു ബംഗാളിയാണ് നിന്നത്. ഈ സർവീസിൻ്റെ ഈ വർക്ക്ഷോപ്പിൻ്റെ ഓണറാണെങ്കിൽ വേറെ ഇവിടെ വെളിയിലെവിടെ പോയേക്കണ്. ബംഗാളികളുടെ ഇപ്പോൾ ഒട്ടുമിക്ക വർക്ക്ഷോപ്പിലും ഇതേപോലെ ഇങ്ങനെ ബംഗാളികളെ ചേർന്നാണ്. വർക്ക്ഷോപ്പ് മാത്രമല്ല, എല്ലാ റെസ്റ്റോറൻറ്റ് എവിടെ ആയാലും ഇപ്പോൾ നമ്മുടെ കേരളത്തിലും ഒട്ടുമുക്കാൽ സ്ഥലങ്ങളിലും ഇപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഇവിടെ അടുത്തൊരു ബൈക്കിൻ്റെ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ കൊണ്ട് കയറിയപ്പോഴത്തേക്കും ആ ബംഗാളിയാണെങ്കിൽ എൻ്റെ വണ്ടി ഗിയർ
സ്റ്റാൻഡിൽ തട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ് എടുത്ത് മുകളിലോട്ട് പൊക്കി വെച്ചു തന്നു. അവസാനം ഞാൻ ഗിയർ മാറ്റിയിട്ട് എനിക്ക് മുകളിലോട്ട് ആക്കാനും പറ്റുന്നില്ല. റോഡിലോട്ടൊക്കെ ഇറങ്ങാൻ ഇപ്പോൾ ഭയങ്കര പേടിയാണ്. ഇതേപോലത്തെ ഓരോന്നും എട്ടിൻ്റെ പണി തരാൻ വേണ്ടി കാത്തിരിക്കും. അത് ഞാൻ കാണിച്ചു തരാം. വർക്ക്ഷോപ്പ് ഉള്ളൊരു ബംഗാളി ഞാൻ കണ്ടാണ്. പുള്ളിക്കാരന് മലയാളം ഏകദേശം അറിയാം. അപ്പം എനിക്കറിയാം ഇവിടെ നിന്നിട്ട് കുറച്ച് നാളായി കാണും. അങ്ങനെ പിടിച്ച് എൻ്റെ ഗിയർ ഇതിൽ സ്റ്റാൻഡിൽ തട്ടിയിട്ടുള്ളതാണ് താഴോട്ടാവാത്തതെന്ന് പറഞ്ഞ് പിടിച്ച് ഊരി മുകളിലോട്ടാക്കി തന്നു. പിന്നെ എനിക്ക് അപ്ഷിഫ്റ്റും ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ ഞാൻ ഒരു തവണ എന്തൊരു കഴക്കൂട്ടത്ത് വെച്ച് ഗിയർ മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് ഗിയർ കാണാനില്ല. ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കും ഒരുപാട് ഇങ്ങനെ ഇരിക്കേണ്ട ഗിയർ 90 ഡിഗ്രിയിലിരിക്കും. ഞാൻ വിചാരിച്ച് ഗിയർ ഇവിടെ ഊരിപ്പോയത്, പേടിച്ച്. ഇറങ്ങി നോക്കിയപ്പോഴാണ് ഗിയർ 90 ഡിഗ്രിയിൽ മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കും. സോ ഇവിടെ ഈ വളവ് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലാണ്. ഇത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് വടക്കാൻ. ഇവിടെ ഒരു വർക്ക്ഷോപ്പ്, അതിൻ്റെ താഴെയാണ് ഈ ബസ് സ്റ്റോപ്പിൻ്റെ ഈ ഷെൽറ്ററിൻ്റെ താഴെ. അത് അപ്പുറത്താണ്, എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഈ വളവ് ഞാൻ ശ്രദ്ധിച്ചോണ്ടേ ബാക്കിൽ ഇവിടെ ഇങ്ങനെ വളച്ച് വരുന്ന ഒരു ഇൻഡിക്കേറ്റർ പോലും നോക്കത്തില്ല. നമ്മുടെ നല്ല സ്പീഡിലൊക്കെയാണ് പറഞ്ഞത്, എന്നിട്ട് ഹോൺ അടിക്കാൻ മാത്രം കൊള്ളാം. ഞാൻ തോന്നി എനിക്ക് ഇങ്ങോട്ട് വളയ്ക്കും. ഇൻഡിക്കേറ്റർ വിട്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് എന്തൊരു 60 മീറ്ററിന് മുമ്പാണ് നമുക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് ഉള്ള റൂളുള്ളത്. അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തൊരു ബ്രൈറ്റ് അടിച്ചൊന്ന് കാണിച്ചും കൂടെ കൊടുക്കണമായിരുന്നു. ഇവിടെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഞാൻ അത് ചെയ്തില്ല. ബ്രൈറ്റും കൂടെ ഒന്ന് അടിച്ച് കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പം കുറച്ചുകൂടി സ്ലോ ആക്കി വന്നേനെ. ഇത് കുറച്ച് ഡേഞ്ചറസ് ടേണാണ്. ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ ഭയങ്കര പാട്. റോഡും മോശം, സ്ഥലവും എല്ലാം മോശം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ വീഡിയോയുടെ വണ്ടിയുടെ ഒരു അവസ്ഥ, മൊത്തത്തിൽ അവസ്ഥ. എനിക്ക് വണ്ടി എടുത്തേ പിന്നെ വണ്ടിക്കൊരു കുഴപ്പമില്ല. വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് എടുത്തതിന് ഒരു റിഗ്രറ്റും ഇല്ല. എനിക്ക് എൻ്റെ ബാക്ക് പെയിനൊന്നും എനിക്ക് അധികം ഇല്ല. സീറ്റൊക്കെ നല്ല ഓൾറെഡി ഡീഫോൾട്ടായിട്ട് വരുന്ന നല്ല കുഷ്യനുള്ള സീറ്റാണ്. സോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ വണ്ടി. പക്ഷേ ആകെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ സർവീസ് സെൻ്ററാണ്. സർവീസ് സെൻ്റർ എന്ന് പറയുമ്പം ഇങ്ങനെ വണ്ടീനെ തൊലച്ചടുക്കി തരുന്നുണ്ട്. സോ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. അത്രേ എനിക്ക് പറയാനുള്ളൂ. സോ നിങ്ങൾ ഒരു വണ്ടി എടുക്കുന്ന ഏത് വണ്ടിയായാലും കുഴപ്പമില്ല. നിങ്ങൾ ഇന്ത്യയിൽ കൊടുത്ത് തന്നെയാണ് സർവീസ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്ത്യയിൽ കൊടുത്ത് തന്നെ സർവീസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ മാക്സിമം നല്ലൊരു വർക്ക്ഷോപ്പ് കണ്ടുപിടിക്കുക. അറിയാവുന്ന ആളാണെങ്കിലും നല്ലൊരു വർക്ക്ഷോപ്പ് കണ്ടുപിടിക്കുക, കാര്യം അറിയാവുന്ന ആളാണെങ്കിൽ മാത്രം കേട്ടോ. എനിക്ക് ഒരു ചെറിയൊരു ഞാനിപ്പോൾ കഴക്കൂട്ടത്തടുത്തൊരു വർക്ക്ഷോപ്പുണ്ട്. ഞാൻ സാധാരണ എൻ്റെ മുമ്പുണ്ടായിരുന്ന ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്ത് എനിക്ക് അപ്പോഴിപ്പോഴും എൻ്റെ സ്കൂട്ടർ ഓവർ ഹീറ്റാണ്. ഒരു 10-20 കിലോമീറ്റർ. എൻ്റെ നേരത്തെ ഇരുന്ന ഒരു ഡിയോയുടെ DLX BS6 ഒരു സ്കൂട്ടറാണ് എൻ്റെ കയ്യിൽ ഇരുന്നത്. അത് ഒരു 20 കിലോമീറ്ററൊക്കെ ആകുമ്പോഴത്തേക്കും രാവിലെ ഭയങ്കര ഓവർ ഹീറ്റാണ്. അത് എന്തുകൊണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ അവിടെ കടയിലൊക്കെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അങ്ങേർക്കും പിടികിട്ടില്ല. അങ്ങ് ഫുൾ ചെക്കപ്പ് ചെയ്ത് അങ്ങേർക്ക് എനിക്ക്. പക്ഷേ അവിടെ നിന്നാണ് ഞാൻ എഞ്ചിൻ ഓയിൽ ചേഞ്ചൊക്കെ ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് വാൽവലിൻ്റെ സംതിങ് എഞ്ചിൻ ഓയിൽ അങ്ങോട്ടാണ് ചേഞ്ച് ചെയ്ത് തരുന്നത്. സോ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ അങ്ങനെ ഒഴിച്ചിരുന്ന എൻജിൻ ഓയിൽ കാരണമാണ് എൻ്റെ വണ്ടി എൻ്റെ സ്കൂട്ടർ, ഈ വണ്ടിയല്ല സ്കൂട്ടർ ഓവർ ഹീറ്റ് ആവുന്നതെന്നൊരു ചെറിയൊരു ഡൗട്ട്. സോ എനിക്ക് അതിനെ ഒന്ന് കൺഫേം ചെയ്യണം. കാരണം അങ്ങേർക്ക് അറിഞ്ഞുകൂടാതെ എനിക്ക് പണി തന്നതാണോ, അതിനിപ്പം അറിഞ്ഞുകൊണ്ട് പണി തന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. സോ അതാണ് കുറച്ച് പ്രശ്നം. വണ്ടി എടുത്തു കഴിഞ്ഞ് സർവീസ് ചെയ്യുന്ന കാര്യം വളരെ ബുദ്ധിമുട്ട്. സോ ഇത് തന്നെ, നമുക്കിനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. വണ്ടി എടുത്തുള്ള അവസ്ഥ. ശരി, അടുത്ത വീഡിയോ കാണാം.